കൂലി സിനിമ കണ്ടായിരുന്നു. 6 മണിക്കുള്ള ഷോ തന്നെ കണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ക്യാമറ എടുക്കുന്ന അനീഷിന് ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു ഇതായിട്ട് പോകേണ്ടി വന്നതുകൊണ്ട് വീണ്ടും ഡിലേ ആയി. പിന്നെ ഉള്ള സമയം കൊണ്ട് പ്രേക്ഷകരുടെ റിവ്യൂ ഞാൻ ഇതിനോടൊപ്പം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങളിലേക്കാണ് പോകുന്നത്. മൊത്തത്തിൽ ഞാൻ ഒരഭിപ്രായം പറയുന്നു, പടം അടിപൊളിയാണ് എന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായുള്ള രീതിയിൽ പറയുന്നു. പക്ഷേ ഈ സിനിമ അടിപൊളിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലി ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവിയായിട്ട് നമുക്ക് ഈ പടം ഇഷ്ടപ്പെടും. കാരണം തമിഴ്നാട്ടിലെ ജനങ്ങൾ എന്തായിരുന്നാലും ഈ പടം അങ്ങേയറ്റം ഏറ്റെടുക്കുമെന്നുള്ളതിന് നിസ്സംശയം പറയാം. ഏറ്റെടുത്തിരിക്കും. കാരണം അത്രയും നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള രീതിയാണ് നിൽക്കുന്നത്. തലൈവ അടിച്ച് പൊളിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അല്ല, ഫൈറ്റ് സീക്വൻസ് കംപ്ലീറ്റ് ഇത് ജയിലറിനെക്കാട്ടി ഗംഭീരമായിട്ട് കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ടുള്ളൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിന് വന്നിരിക്കുന്നത്. കാരണം ഇത്രയും ഈ ഒരു ഏജിൽ അദ്ദേഹം ഈ ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പാട്ട് ഒരു രക്ഷയില്ല. പാട്ട് ഇതിരിക്കുന്നതായിരുന്നാലും പാട്ടിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു ഇതുമില്ല. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഒരു സിനിമയുടെ എടുത്തു പറയേണ്ട അതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സൗബിനെ കുറിച്ചാണ്. സൗബിൻ എന്ന് പറഞ്ഞ് സൗബിൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഇതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായ ഒരു അവസരമായിട്ടാണ് കാണുന്നത്. കാരണം ഞാൻ ഈ സിനിമ ടീസറൊക്കെ കണ്ട സമയത്ത് ഞാനൊക്കെ വിചാരിച്ച് ഇവർ ഒരു ചെറിയൊരു ഗുണ്ടാ സെറ്റപ്പിൽ വന്നിട്ട് പോകുന്ന ഇതിനിടയ്ക്ക് ബാബുരാജിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. വളരെ ഡയലോഗൊന്നുമില്ലാതെ ജസ്റ്റ് കാണിച്ച് പോകുന്നുണ്ട്. എനിക്കത് ബാബുരാജാണോ 2 ക്ലൈമാക്സിലും ഇടയ്ക്കൊരു ഫൈറ്റിലും ഒക്കെ കാണിക്കുന്നുണ്ട്. എത്രത്തോളം ആൾക്കാരത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയാം. എനിക്ക് ആ സീനിൽ ബാബുരാജിനായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം വളരെ ഡയലോഗൊന്നുമില്ലാത്ത ഒരു 2 ഫൈറ്റ് സീനിൽ വരുന്ന ഒരു ഇതായിട്ടാണ് പോയിരിക്കുന്നത്. സൗബിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര ത്രൂ ഔട്ട് ഉള്ളൊരു വില്ലൻ വേഷമാണ് അത്. സൗബിൻ അങ്ങേയറ്റം ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സൗബിനും രജനീകാന്തും എനിക്ക് പ്രത്യേകിച്ച് രജനീകാന്ത് എന്ന വ്യക്തി വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങളായിരുന്നാലും വേറൊരു വെച്ചാൽ ഈ ഇന്ത്യൻ സിനിമയിലായിരുന്നാലും ലോക സിനിമയിലായിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം 1000 പേരൊക്കെ ഒറ്റയ്ക്ക് വന്ന് നിന്നാലും അടിച്ചു തള്ളിയിടാൻ രജനീകാന്ത് എന്നൊരു വിശ്വരൂപം നമ്മളെ മുന്നിലുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൻ്റെ മുമ്പിൽ ധൈര്യമായിട്ടിരിക്കും. ഇതൊക്കെ അടിച്ചു തള്ളിയിട്ട് ഈസി അല്ലേ. പക്ഷേ ആ സ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു നടൻ വന്നിട്ട് ആരായിക്കോട്ടെ ഏതൊരു കലാകാരനായിരുന്നാലും ആ ഒരു സ്ഥാനത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീലോ ഒരു എനർജിയോ എവിടെയോ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഇല്ലാത്ത പോലത്തേക്കുള്ള ഒരു ഫീൽ കിട്ടും. പക്ഷേ രജനീകാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ എന്താ പറയുക ഒരു മാസ്മരികത എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നില്ല. നമുക്കെന്ന് പറയുന്നില്ല, എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് ഉള്ള ഒരു പെർഫോമൻസാണ്. സ്റ്റൈൽ മന്നൻ എന്ന് പറയുന്നത് അത്രയാണ്. അത് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ ശ്രുതി ഹസൻ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ത്രോട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് സിനിമ ഇറങ്ങിയ സിനിമയെക്കുറിച്ച് വലുതായിട്ടൊന്നും പറയുന്നില്ല. എന്നാലും സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് വരെ നല്ല എൻജോയ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ നാഗാർജുനെ കാണിക്കുന്നുണ്ട്, ശ്രുതി ഹാസനെ കാണിച്ചു, സത്യരാജിനെ കാണിച്ചു, പിന്നെ ഉള്ള ആർട്ടിസ്റ്റ് സൗബിനെ കാണിച്ചു. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമീർ ഖാൻ, ഉപേന്ദ്ര ഇവരെയൊക്കെ എവിടെ എന്നുള്ള ഒരു രീതി എന്ന് പറഞ്ഞ് നമ്മളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഓരോ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് വരും. പക്ഷെ ഞാൻ വിചാരിച്ചത് ഇതിനകത്ത് ഉപേന്ദ്ര അമീർ ഖാനെ വന്നു പോകുന്ന പോലെയുള്ള ഒരു ചെറിയൊരു വേഷമായിരിക്കും സൗബിൻ എന്നുള്ള ഒരു തോന്നലായിട്ടോടെയാണ് ഞാൻ പടത്തിന് സമീപിച്ചത്. പക്ഷെ അതൊന്നും അല്ല. മുഴുനീള ക്യാരക്ടർ, മെയിൻ വില്ലൻ നമ്മുടെ ജയിലറിലെ വിനായകനെ പോലെ ഇതിലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയ്ക്ക് ഒരു എന്താ പറയേണ്ട ഒരു കഴിഞ്ഞ ഓരോ സ്റ്റേറ്റിലെയും ഓരോരുത്തരെ എടുത്തു. ഇപ്പോൾ മലയാളത്തിൽ സൗബിനെ കൂട്ടിയതുപോലെ നാഗാർജുന, അമീർ ഖാന്, ഉപേന്ദ്ര ഇങ്ങനെയൊക്കെ ചെയ്ത് ഇവരെ ഓരോ നാട്ടിലെ ഓരോ ബിൽഡപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ മുന്നത്തെ ഇൻ്റർവ്യൂ പറഞ്ഞതുപോലെ ഈ 1000 കോടി തികയ്ക്കുക എന്നുള്ള ഒരു സംഭവത്തിൻ്റെ പുറത്താണ് ഇതൊക്കെ ഒരു ചെയ്തിരിക്കുന്നത് തോന്നുന്നത്. പക്ഷേ അത്രത്തോളമുള്ള ഒരു 1000 കോടിയൊന്നും ഇത് തികയ്ക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. തമിഴ്നാട്ടിൽ ഹിറ്റായിരിക്കും, വേറെ മാറ്റമൊന്നുമില്ല. നല്ല രീതിയിൽ പടം വിജയിക്കും. പ്രേക്ഷകർക്ക് അതായത് ലോകേഷിൻ്റെ കഴിഞ്ഞുപോയ സിനിമകളെ അപേക്ഷിച്ച്
ആ ഒരു സിനിമകളെയൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് അതിനെക്കാട്ടി ഒരു ഹൈപ്പുള്ള ഒരു സിനിമയാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഈ സിനിമയ്ക്ക് പോകരുത്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ രജനീകാന്തിൻ്റെയും സൗബിൻ്റെയും ഒരു അഴിഞ്ഞാട്ടമാണ് ഈ സിനിമ. അല്ലാതെ മറ്റ് ഒന്നിലേക്കും പോകരുത്. അത്യാവശ്യം ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, പിന്നെ ഇതിനകത്ത് സൗബിൻ്റെ വൈഫായിട്ട് എടുക്കുന്ന ഒരു സ്ത്രീയും ആ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് സൗബിൻ്റെ വൈഫാണെന്നൊക്കെ അറിയുന്നത് തന്നെ പിന്നീടാണ് അറിയുന്നത്. അത് എന്ത് തന്നെയായിരുന്നാലും ക്യാമറ വർക്കും ബാക്കി ആയിരുന്നാലും എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാനിപ്പോഴും പറയുന്നുണ്ട്, അവസാനത്തെ ഒരു സീനുണ്ട്, അതൊരു വലിയ എന്തോ ഒരു ഇതുപോലെ എനിക്ക് തോന്നി. നമ്മൾ ജയിലറിനകത്ത് പിന്നെ വിനായകനെ തീർക്കുന്നത് പോലെയുള്ള ഒരു രീതിയായിരുന്നു അതൊരു വലിയൊരു ഹൈപ്പ് കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ പടം ഒരു നൈസ് മൂടി പോകുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതുപോലെ തന്നെ മ്യൂസിക് വളരെ ഗംഭീരമായിരുന്നു. സത്യരാജിൻ്റെ പെർഫോമൻസ് അതും വളരെ എടുത്തു പറയാം. ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും പിന്നീട് അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു സൂപ്പർ സ്റ്റാർ പദവിയിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു വേഷം ചെയ്യാമോ, അല്ലെങ്കിൽ ഇങ്ങനെ നിന്നിട്ട് അങ്ങനെ ചെയ്യാമോ എന്ന് തോന്നുന്നവർക്ക് ഉണ്ടാവും. ഒരു വ്യക്തി, ഇപ്പോൾ രജനീകാന്ത് എന്ന വ്യക്തിയുടെ കൂടെ അഭിനയിക്കാനായിട്ട് അമീർ ഖാൻ ഡേറ്റ് ചോദിച്ചില്ല, സമയം ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. എപ്പോൾ വന്ന് അഭിനയിക്കണം എന്നാണ് സോഷ്യൽ മീഡിയയിലൊക്കെ അറിയാൻ കഴിച്ചത്. കാരണം അത്രയ്ക്ക് രജനീകാന്ത് എന്ന പ്രതിഭാശാലിക്കൊപ്പം അഭിനയിക്കാൻ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് മഹത്തരം എന്ന് പറഞ്ഞ് നടന്ന അമീർ ഖാൻ അവസാനം ഒരു എന്താ പറയുക, വളരെ ചെറിയൊരു സീനിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിനായിട്ടൊരു കോമ്പിനേഷൻ സീനൊക്കെ കൊടുത്തു അവസാനിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ സത്യരാജായിരുന്നാലും ശരി, ഇതിനെ അഭിനയിച്ച എല്ലാവരും, പിന്നെ അതുപോലെ നാഗാർജുന കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ ആരെ പറയാം, അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ പുള്ളി ഒരു സ്റ്റാർഡമുള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഇന്ന നടൻ അങ്ങനെയാണ് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ലോകേഷ് കനകരാജിൻ്റെ കഴിഞ്ഞുപോയ സിനിമകളിൽ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ അത്ര ഇല്ല എന്ന് ഉണ്ടെങ്കിലും പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ വലിയ ഹൈപ്പില്ലാതെ വളരെ സാധാരണ ലെവലിൽ ചെന്നിരുന്ന് കാണേണ്ട സിനിമ. പലർക്കും പറയാം അത് ഇതാണ്, അത് ഇങ്ങനെയാണ്, മറ്റേത് അത് ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ള പറഞ്ഞത്. ഇപ്പോൾ നമ്മളൊരു പ്രണയം, ഒരാണും പെണ്ണും പ്രണയിക്കുന്നു, ഒരാളെ കൊല്ലുന്നു, ഇതൊക്കെ തന്നെയാണ് സിനിമ. പക്ഷേ ഇതിനകത്ത് ഒരു പ്രണയമോ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഗംഭീരമായിട്ടൊരു പ്രണയത്തെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. വളരെ അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. നമ്മൾ ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥയുടെ ഒരു ഫീലിംഗ് നഷ്ടപ്പെടുക, അതുകൊണ്ട് അപ്പോൾ ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതി, അങ്ങനെയുള്ള ഒരുപാട് നല്ല സാധനങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. കുറ്റം പറയാമെന്നുള്ളവർക്ക് ഒരുപാട് പേര് കുറ്റം പറയാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ സിനിമ എനിക്ക് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ പടം ടീസർ കണ്ടതുപോലെ വളരെ ഹൈപ്പില്ലാതെ പോകുന്ന ഒരു ക്ലാസ് സൈലൻറ്റ് ത്രില്ലർ സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ അഭിപ്രായം കണ്ടുകൊണ്ട് നിങ്ങൾ മറ്റൊന്നും വിചാരിക്കേണ്ട. ഇത് ഞാൻ സിനിമ കണ്ടുകൊണ്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത സിനിമയുമായിട്ട് വീണ്ടും കാണാം. ബൈ.